യുഎസും യമനും വെടിനിർത്തലിലെത്തി. എന്നാൽ യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം നടത്തുന്നു. ഇസ്രായേലിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഹൂതികൾ ആക്രമണം നടത്തുന്നത്. മെയ് 15-നും ഹൂതികൾ ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തി. ആക്രമണത്തെ തുടർന്ന് ജെറുസലേമിലും ടെലവീവിലും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി. ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ടെലവീവ് വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത്. ഈ മാസം ആദ്യം ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൻ്റെ പ്രധാന ടെർമിനലിനടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു ഹൂതി മിസൈൽ പതിച്ച് നാശനഷ്ടം വരുത്തിയിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധം തകർത്ത് ഹൂതികളുടെ മിസൈൽ നാശം വരുത്തിയത്. വിമാനത്താവളത്തിൻ്റെ പ്രധാന ടെർമിനൽ കെട്ടിടത്തിനടുത്ത് മിസൈൽ നാശം വരുത്തി. നിരവധി പേർക്ക് പരിക്കേറ്റു. ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഹൂതികൾ ഇസ്രായേലിനെയും ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലുമുള്ള അന്താരാഷ്ട്ര കപ്പൽ പാതകളെയും ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം നടത്തുകയാണ്. ഹൂതികൾ മെയ് 14-ന് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ബാലസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ഹൂതികൾ ദീർഘദൂര മിസൈൽ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇസ്രായേലിൻ്റെ ചില മേഖലകളിൽ ആക്രമണം പരിഭ്രാന്തി സൃഷ്ടിച്ചെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലിനെ തകർത്തതായി IDF അറിയിച്ചു. 24 മണിക്കൂറിൽ ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് 3 ആക്രമണങ്ങളാണ് നടത്തിയത്. 2ഉം 3ഉം ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയത് ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേരെയാണ്. ജെറുസലേമിലും അടുത്തുള്ള വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെൻറ്റിലും മിസൈൽ സൈറൺ മുഴങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. സുൽഫിക്കർ ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഹൂതികൾ 3ാമത്തെ ആക്രമണം നടത്തിയത്. താഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് മിസൈലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തതായി ഇസ്രായേൽ അറിയിച്ചു. പിന്നാലെ യമനിലെ ഹൊദൈദ, റാസിസ, അൽ സാലിഫ് തുറമുഖം എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുറമുഖത്തു നിന്നും സമീപത്തെ പ്രദേശങ്ങളിൽ നിന്നും അടിയന്തരമായി ജനങ്ങളെ ഒഴിപ്പിക്കാൻ IDF മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം യമനിലെ ഹൊദൈദയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലാണെന്ന് ആരോപിച്ച് റാസിസ, ഹൊദൈദ, സാലിഫ് എന്നീ തുറമുഖങ്ങളിലെ ആളുകളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. തുറമുഖത്തും ഒരു സിമൻറ്റ് ഫാക്ടറിയിലും ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹൂതികൾക്ക് യമൻ പിന്തുണ നൽകുന്നു. അതിനാലാണ് ഈ സ്ഥലങ്ങൾ തകർത്തതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി ഇറാൻ്റെ ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും കൈമാറുന്നതിനുള്ള കേന്ദ്രമായി ഹൊദൈദ തുറമുഖം പ്രവർത്തിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത്. ട്രംപിൻ്റെ US സന്ദർശനത്തിൽ യമനിലെ US ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപിനുമേൽ സൗദി സമ്മർദ്ദം ചെലുത്തുന്ന റിപ്പോർട്ട് മിഡിൽ ഈസ്റ്റായാണ് പുറത്തുവിട്ടത്. യമൻ ആക്രമണം സൗദിക്കും US-നും ലജ്ജാകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2024-ൽ ബൈഡൻ ഭരണകൂടം ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ സൗദി അറേബ്യ യമനിലെ US ആക്രമണത്തെ എതിർത്തിരുന്നു. സൗദി ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് US യമനിൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞയാഴ്ച ആക്രമണങ്ങൾ നിർത്തണമെന്ന് കർശനമായി സൗദി US-നെ അറിയിച്ചെന്ന് 2 US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി മിഡിൽ ഈസ്റ്റ് ഐ വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ സന്ദർശനത്തിന് മുമ്പ് ആക്രമണങ്ങൾ നിർത്താൻ സൗദി ആവശ്യപ്പെട്ടതായി US ഉദ്യോഗസ്ഥരിൽ ഒരാൾ മിഡിൽ ഈസ്റ്റ് ഐനോട് പറഞ്ഞു. യമൻ ആക്രമണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച മുതൽ സൗദി US-ന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യമനെതിരായ ആക്രമണങ്ങൾ തീ കൊണ്ടുള്ള കളിയാണെന്നും സൗദി US-ന് മുന്നറിയിപ്പ് നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. US യമനിലെ ആക്രമണം നിർത്തുമെന്ന് ട്രംപ് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. സൗദിയുടെ സമ്മർദ്ദത്താലാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയതെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിനൊപ്പം നിൽക്കുന്നവരും US-ൻ്റെ യമനിലെ ആക്രമണത്തെ അപലപിച്ചിരുന്നു. ഇതും കൂടിയാവാം ട്രംപിൻ്റെ മനംമാറ്റത്തിന് കാരണമെന്നാണ് കരുതുന്നത്.